1835-ലെ മെക്കാളയുടെ പ്രസിദ്ധമായ മിനിറ്റ്സോടെ ഏതു തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ നൽകേണ്ടതെന്ന കാര്യത്തിൽ തീരുമാനമായി. ഭരണകർത്താക്കളായ നമ്മളും നാട്ടുകാരായ ഇന്ത്യക്കാരും തമ്മിൽ ആശയവിനിമയം ചെയ്യാൻ സഹായിക്കുന്ന ഒരു വർഗത്തെ രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരാണെങ്കിലും അഭിരുചിയിലും വീക്ഷണത്തിലും സദാചാരബോധത്തിലും ഇംഗ്ലീഷുകാരായ ഒരു വർഗത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നതെല്ലാം നാം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് മെക്കാളയുടെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെക്കാളെ മിനിറ്റ്സിലെ പ്രധാന പോയിന്റുകൾ: ശാസ്ത്രവിജ്ഞാനം ഇംഗ്ലീഷിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മിനിറ്റ്സ് നിരീക്ഷിക്കുന്നു. സാഹിത്യം എന്നതുകൊണ്ട് ഇംഗ്ലീഷ് സാഹിത്യത്തെയും പണ്ഡിതനായ ഇന്ത്യക്കാരൻ എന്നതുകൊണ്ട് ലോക്കിൻ്റെ തത്വചിന്ത, മിൽട്ടൻ്റെ കവിത എന്നിവ അറിയുന്ന ആളെയുമാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെയും അറേബ്യയിലെയും എല്ലാ സാഹിത്യത്തെക്കാളും വിലമതിക്കാവുന്നതാണ് ഒരു അലമാരയിൽ കൊള്ളുന്ന ഇംഗ്ലീഷ് സാഹിത്യം. സംസ്കൃതം, അറബി എന്നിവ പഠന മാധ്യമമാകുമ്പോൾ അവാസ്തവമായ ചരിത്രവും അവാസ്തവമായ വൈദ്യവും അവാസ്തവമായ ഗണിതവും പഠിക്കേണ്ടി വരും. ചോരയിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചി, അഭിപ്രായം, സദാചാരം, ബുദ്ധി എന്നിവയിൽ ഇംഗ്ലീഷുകാരുമായ ഒരു വർഗം ഇന്ത്യക്കാരെ സൃഷ്ടിച്ചെടുക്കുകയാണ് നമ്മുടെ ആവശ്യം. വിദ്യാഭ്യാസത്തിനു വേണ്ടി സർക്കാർ നീക്കിവെച്ച തുക മുഴുവൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മാറ്റിവെക്കണം. ഇതെല്ലാമായിരുന്നു മെക്കാളെ മിനിറ്റ്സിൻ്റെ ലക്ഷ്യങ്ങൾ. ഇന്ത്യയിലെ കൊളോണിയൽ ഭരണം നിലനിർത്തുകയായിരുന്നു മെക്കാളെ മുന്നോട്ടുവെച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം.